വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏവർക്കും വന്ദനം. നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെ. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അതിനു പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഉപവാസം നോമ്പിൻ്റെ അനുഭവങ്ങളിൽ ഒരു പ്രധാന ഘടകമാണ്. ശാരീരികമായ നമ്മുടെ ചില ആവശ്യങ്ങളെ ഭക്ഷണ ക്രമീകരണങ്ങൾ മുതലായ സാഹചര്യങ്ങളെ ഉപവാസത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നാം വർജിക്കുമ്പോൾ അപ്രകാരമുള്ള പരിശ്രമങ്ങൾ നോമ്പിൻ്റെ സാധ്യതകൾക്ക് ഒരു നിർണായക ഘടകമായി തീരുന്നു. എന്നാൽ യേശു കർത്താവ് ഇവിടെ 2 ഉപവാസങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അനുഷ്ഠിക്കുന്ന ഉപവാസവും, രണ്ടാമത് കർത്താവിന് ദൈവത്തിന് വിളങ്ങേണ്ടതിന് അനുഷ്ഠിക്കുന്ന ഉപവാസത്തെക്കുറിച്ച്. നമ്മുടെ ജീവിതങ്ങളിൽ ഉപവാസം പോലുള്ള വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ നാം ആർക്കാണ് അതിൻ്റെ ശ്രേഷ്ഠത കൽപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. നമ്മുടെ പ്രാധാന്യം നൽകുന്ന വിഷയങ്ങളൊക്കെയും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണോ അതോ ദൈവത്തിന് വേണ്ടിയുള്ളതാണോ? നമ്മുടെ ജീവിതങ്ങളിൽ ആവശ്യമുള്ളത് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അനുഭവമാണ്. ഈ നോമ്പിൻ്റെ കാലഘട്ടവും അപ്രകാരം ദൈവവുമായുള്ള ജീവിതത്തിന്, ദൈവവുമായി ചേർന്ന് ജീവിക്കുന്നതിനുള്ള ഓരോ നിമിഷങ്ങൾക്കും നാം ആവശ്യമായ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു. അത് മനുഷ്യരെ ബോധിപ്പിക്കുന്നതിനുള്ള അവസരമായി നാം ഉപയോഗിക്കരുത്. ദൈവത്തിന് അനുകൂലമാവുന്ന, ദൈവത്തിന് വിളങ്ങേണ്ടുന്ന അനുഭവം, അതിനാണ് ദൈവം ആഗ്രഹിക്കുന്നതും ചെയ്യുന്നത്. അപ്രകാരം ഒരു നോമ്പിൻ്റെ അനുഭവങ്ങൾ നമുക്കേവർക്കും ലഭ്യമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കൃപാസമ്പൂർണനായ സ്വർഗീയ നല്ല ദൈവമേ, ഒരു നോമ്പിൻ്റെ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ നയിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം കരേറ്റുന്നു. മനുഷ്യ ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്തിന് എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാക്കിയ ഉൾക്കാഴ്ചയ്ക്കായി സ്തോത്രം കരേറ്റുന്നു. മനുഷ്യന് പ്രാധാന്യം കൽപ്പിക്കുന്നതാണോ, ദൈവത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതാണോ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്ര എന്ന് ഒരു തിരിച്ചറിവിൻ്റെ അനുഭവങ്ങളുടെ സഞ്ചരിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന് വിളങ്ങുന്ന ഉപവാസങ്ങൾ, ദൈവത്തിന് വിളങ്ങുന്ന ജീവിത രീതികൾ അനുവർത്തിക്കുവാൻ ഈ നോമ്പിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.